ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. മുതിർന്ന CPM നേതാവ് മുൻ മന്ത്രിയുമായ പി രാജീവാണ് നമുക്കൊപ്പം ചേരുന്നത്. അതായത് വലിയ വിമർശനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടതുപക്ഷം അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വലിയ മഴ പെയ്യുന്നുണ്ട്, വലിയ മഴക്കെടുതികൾ ഉണ്ടാകുന്നു, ഒരു ദുരന്തം പലയിടത്തും ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴൊന്നും മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ല. ഒരു ഏകോപനമില്ലായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്ത് കാണുന്നുണ്ടോ? അത് വളരെ ശരിയായ വിമർശനമാണ്. പ്രതിപക്ഷം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ദൃശ്യമാധ്യമങ്ങൾ മിക്കവാറും ഈ നിലപാട് തന്നെയാണ് അവരുടെ മുൻപിൽ കാണുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അസാധാരണമായിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ മേഘവിസ്ഫോടനമോ മറ്റു രൂപത്തിലുള്ള പ്രശ്നങ്ങളോ ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പല മേഖലകളും റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി ജില്ലകൾ റെഡ് അലർട്ടിനകത്താകുന്നു. ഈ സന്ദർഭത്തിൽ ഭരണ സംവിധാനം കാര്യക്ഷമവും ഏകോപനവുമായി തോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുക, വിവിധ ഏജൻസികളെ ഏകോപിപ്പിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഓഫീസിൽ നിന്ന് ബ്രീഫ് ചെയ്യുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യത്യസ്തനായി അദ്ദേഹം തന്നെ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം അദ്ദേഹം കാണുന്നത് എപ്പോൾ വേണമെങ്കിലും മാധ്യമങ്ങൾക്ക് സമീപിക്കാം, ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് മുൻപിൽ ഞാൻ ഇരുന്നു തരും. ഇതാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സവിശേഷ ഗുണമായി അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആണെന്ന് പറയുന്ന ഒരാൾ ഏറ്റവും നിർണായകമായി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു വിവിധ ജില്ലകൾക്കകത്ത് ജനങ്ങൾ പകച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ആത്മവിശ്വാസം പകരാനും മുന്നറിയിപ്പുകൾ നൽകാനും മാധ്യമങ്ങളുമായിട്ട് ചെറിയ ബ്രീഫിങ്ങിന് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം അത്ഭുതകരമായ കാര്യം. ഈ ഭരണ സംവിധാനത്തെ എങ്ങനെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് പ്രത്യേകിച്ചും ഇത്തരം ഘട്ടത്തിൽ വളരെ ഗൗരവമേറിയ ഒന്നാണ്. മറ്റൊന്ന്, അദ്ദേഹം നടത്തിയ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളെല്ലാം പൊതുപരിപാടികളെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനകത്തുണ്ട്. അദ്ദേഹം ഉദ്ഘാടനം നടത്തുന്നു, കോഴിക്കോട് ഉദ്ഘാടനം നടത്തുന്നു, അല്ലെങ്കിൽ എറണാകുളത്ത് ഉദ്ഘാടനം നടത്തുന്നു, മറ്റ് ജില്ലകളിൽ ഉദ്ഘാടനം നടത്തുന്നു, വിവിധ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ജനങ്ങളാ ആശങ്കാകുലരായി നിൽക്കുന്നു. അപ്പോൾ വളരെ കൂളായി മുഖ്യമന്ത്രി ഈ പരിപാടികളിലാകെ പങ്കെടുക്കുന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ചില ജില്ലകൾ റെഡ് അലർട്ടുള്ള ജില്ലകളാണ്. ആ ജില്ലകളിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വിഷ്വലി കാണാം. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പോൾ ആരെ ഏകോപിപ്പിക്കും? ഇനി മുഖ്യമന്ത്രി നേരിട്ടല്ല, ജില്ലാതലത്തിലാണെങ്കിൽ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും, ഇപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ വിഷ്വലി കാണുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയും പ്രകൃതി ദുരന്തങ്ങൾ നടക്കുമ്പോൾ ഓടിയെത്തുക എന്ന സമീപനമല്ല സ്വീകരിച്ചത്. കാരണം അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ VIP പ്രശ്നങ്ങൾ വരും, കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന് പകരം കൃത്യമായി ഏകോപനം നടത്തുക. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, 2018 ഇതിൻ്റെ തുടക്കം വന്ന ഘട്ടത്തിൽ തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ് കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വന്നു എല്ലാ പൊതുപരിപാടിയും റദ്ദാക്കിയിരിക്കുന്നു. പൂർണ്ണമായിട്ട് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചിട്ടാണ് ഏകോപനം നടത്തേണ്ടത്. ഇവിടെ അദ്ദേഹം പ്രതികരിക്കുമില്ല. അദ്ദേഹം കേന്ദ്രീകരിച്ച് ദുരന്ത അതോറിറ്റിയുടെ സംസ്ഥാനതലത്തെ ചെയർമാൻ എന്ന നിലയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നില്ല. അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു, എല്ലാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നു. ഇതാണ് ഏറ്റവും ഗൗരവമായ ഒരു വിമർശനം, അല്ലെങ്കിൽ ജനങ്ങൾ ആശങ്കയോടെ കാണുമ്പോൾ. ഇത്തരം ഘട്ടങ്ങളിലാണ് ഗവൺമെന്റ് ഒപ്പമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇറങ്ങിക്കോളാനാണ്. ഒന്നിച്ചിറങ്ങാനോ ഗവൺമെന്റ് മുൻപിലുണ്ടെന്നോ ആത്മവിശ്വാസം പകരുന്നതിന് പകരം ഈ നിലപാടാണ് സ്വീകരിക്കും. ഇത്തരം ഘട്ടത്തിൽ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് നോക്കൂ, ആദ്യം പ്രളയ സന്ദർഭം ഉണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒന്നിച്ച് ഒരു സന്ദർശനം നടത്തുകയുണ്ട്. അത്ര ആഘാതത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ തുടക്കം എപ്പോഴും വളരെ നിർണായകമാണ്. നമുക്ക് ഈ ഓഗസ്റ്റ് ഓരോ ഘട്ടത്തിലും ആദ്യം വരുമ്പോൾ ഏത് രൂപത്തിലേക്ക് വരും എന്ന് പറയാൻ പറ്റാത്ത മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ഗവൺമെന്റ് സംവിധാനം പ്രവർത്തിക്കേണ്ടത് സംബന്ധിച്ചുള്ള പൊതുവായി കഴിഞ്ഞ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രോട്ടോകോൾ സംവിധാനങ്ങളുണ്ട്. അലർട്ടുകൾ നൽകുന്നതിൽ സമയബന്ധിതമായി കഴിഞ്ഞിട്ടില്ല. അത് റാനിയിൽ തന്നെ അവിടുത്തെ വ്യാപാരികൾ പറയുന്നുണ്ട്, തുറന്നുവിടുന്നത് സംബന്ധിച്ച് യാതൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വേണ്ടത്ര മുന്നറിയിപ്പ് നൽകിയില്ല. ഇതിനൊക്കെ ശക്തമായി വിമർശിച്ചിരുന്ന ആളുകൾ തന്നെ MLA-മാരായപ്പോൾ റവന്യൂ വകുപ്പ് കുറെ കൂടി ശ്രദ്ധിക്കണം എന്ന് അവർ തന്നെ പറയുന്നതായും മാധ്യമങ്ങളിൽ കണ്ടു. അപ്പോൾ ഭരണത്തിനകത്തുള്ളവർക്ക് പോലും വിമർശിക്കേണ്ടി വരുന്ന ഒരു പിടിപ്പുകേട് ഈ നിർണായക ഘട്ടത്തിലുണ്ടായി എന്നാണ് കാണേണ്ടത്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവന്ന ദൃശ്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സ്വകാര്യ പരിപാടികൾ, സ്വകാര്യ വിരുന്നുകളിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലം ഇരിക്കുന്ന ജില്ലയിലാണെങ്കിലും അദ്ദേഹം ഒരു ജുവലറി ഉദ്ഘാടനത്തിന് വന്നു. പക്ഷേ അപ്പോൾ ഒരു മാധ്യമങ്ങളോട് ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുന്നത് അപ്പോൾ ഒരു ഔചിത്യക്കുറവ് മുഖ്യമന്ത്രി ഭാഗത്തു നിന്ന്
ഉണ്ടായിട്ടില്ലേ? അതാ ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ഈ ഘട്ടത്തിൽ ജനങ്ങളിത് കാണുമ്പോൾ എല്ലാവരും ആശങ്ക നിൽക്കുന്നു. ദൃശ്യങ്ങൾ കണ്ട് നേരത്തെ ഉള്ളൊരു അനുഭവം ഉണ്ടല്ലോ, ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്തരം അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ആശങ്കകൾ ഉണ്ടാകുമ്പോൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ആ ഘട്ടത്തിലെല്ലാം എല്ലാവരും എന്താണ് ഗവൺമെന്റ് പറയുന്നത്, ഗവൺമെന്റ് എന്ത് നിലപാട് സ്വീകരിക്കുന്നത് എന്നറിയാൻ കാത്തിരുന്നിരുന്നു. അത്തരം ഒരു ഇതിലേക്ക് ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനു മുൻപ് ഒരിക്കലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ വരെ ഒരു നിലയൊക്കെ വെള്ളം കയറി, പലയിടങ്ങളിൽ പാലങ്ങൾ ഒലിച്ചു പോകുന്ന രൂപത്തിൽ ചിത്രങ്ങളുണ്ടായി. ആ ഘട്ടത്തിൽ നമ്മൾ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു, വിരുന്നുകളിൽ പങ്കെടുക്കുന്നു, ആഹ്ലാദത്തിനായി നടക്കുന്നു, മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രതികരണമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാമല്ലോ, അതിന് എത്രയോ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ റെഡ് അലർട്ടുള്ള ഒരു ജില്ലയിൽ ചെല്ലുന്നു, അവിടെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ നിൽക്കുന്നു. അവിടെ പോലും ജില്ലാതല ഏകോപന സംവിധാനം എന്നൊരു ചെറിയ മീറ്റിങ്ങിന് 10 മിനിറ്റ് കാണുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പോകുന്നു, ചിലപ്പോൾ ഒഴിവാക്കാനാവാത്തൊരു പ്രശ്നത്തിന് എറണാകുളത്ത് വന്നു. അപ്പോൾ എറണാകുളത്ത് അവരൊന്ന് ഉദ്യോഗസ്ഥരായിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്നു, നിങ്ങളെന്താണ്, അല്ലെങ്കിൽ മറ്റു ജില്ലകളിലിരുന്നു. ഇത് ഏതെങ്കിലും ആളുകളെ ഏൽപ്പിച്ചുകൊണ്ടല്ല, അതുവഴി കൈമാറുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് പൂർണ്ണമായും ദുർബലപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഇപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, അതിന് വലിയ വിമർശനങ്ങളുണ്ടായി. ഇപ്പോൾ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത്തരം ചില രീതികൾ ഉപയോഗിക്കേണ്ടി വരും, ഈ സംഘട്ടനത്തിലൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പ്രതിപക്ഷം ഏറ്റവും അധികം ഉപയോഗിച്ച ആരോപണങ്ങളൊന്നായിരുന്നു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു, വലിയ ദൂർത്ത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്ന്. പക്ഷെ അന്ന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് പൊതുവായ ആവശ്യങ്ങൾക്ക് മാത്രമാണ്, സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഹൃദയം കൈമാറാൻ മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തവണ അത് മുഖ്യമന്ത്രിക്ക് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം, അദ്ദേഹം തന്റെ സ്വകാര്യ ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിനെ കാണാനായി ഹെലികോപ്റ്റർ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഇവിടെ പ്രളയ പ്രശ്നം പെട്ടെന്നൊരു യോഗം നടത്തേണ്ടി വരും, അതിനൊക്കെ ഉപയോഗിക്കേണ്ടി വരും, അല്ലാതെ ഉപയോഗിക്കേണ്ടി വരും. ഇനിയിപ്പോൾ വളരെ അടിയന്തരമായിട്ടൊരു ആവശ്യമാണെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രി ഉപയോഗിച്ചില്ല, അതുകൊണ്ട് സ്വകാര്യമായി ഉപയോഗിക്കേണ്ടതില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവിടെ കാണേണ്ടത് ഈ ഏത് ഘട്ടത്തിൽ പോകുന്നു, എന്ത് നിലപാട് നേരത്തെ സ്വീകരിച്ചു. ഇപ്പോൾ വാക്കാണ് പ്രധാനം എന്ന് എപ്പോഴും തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ ഒരാൾ ഒരു വാക്കും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്താണോ പറഞ്ഞത് അതിന് തീർത്തും ഘടകവിരുദ്ധമായ നിലപാടിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞാൽ അദ്ദേഹം പറയും ഇത് വാങ്ങിക്കിടക്കാൻ അവിടെ, അതുകൊണ്ട് വാടക എന്തായാലും കൊടുക്കണം, ഇത്രയും കിലോമീറ്റർ ഓടിയില്ലെങ്കിലും പൈസ കൊടുക്കണം, അതുകൊണ്ട് എൻ്റെ പോലീസും വണ്ടിയും ഡീസലും ഒക്കെ നോക്കുമ്പോൾ ഇതാണ് ലാഭം എന്ന് കരുതിയിട്ട് എടുത്താണെന്ന് നാളെ ന്യായം പറയാം. അല്ലെങ്കിൽ പറയാം നിങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയതാണ്, ഞാൻ അവിടെ പോയത് ഇന്ന മീറ്റിങ്ങിനാണ്. അങ്ങനെ മീറ്റിങ്ങിന് പോകുമ്പോൾ എൻ്റെ പിതാവ് ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് കാറെടുത്ത് വരണോ എന്നും അദ്ദേഹം നാളെ ചോദിക്കാം. ഇത് ഞങ്ങളല്ല, മാധ്യമങ്ങളാണ്, അവർക്കൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങൾ തന്നെയാണ് ഈ ആവശ്യത്തിന് വേണ്ടിയാണ് വന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തത്. അല്ലാതെ പ്രതിപക്ഷം ഇത് കണ്ടെത്തിയിട്ട് ഇതാ സ്വകാര്യ ആവശ്യത്തിന് വന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ഔദ്യോഗികമായി വന്നു, ആ കൂട്ടത്തിൽ എനിക്ക് പോയി കണ്ടൂടെ എന്ന ചോദ്യം ചിലപ്പോൾ വളരെ വൈകാരികമായി അദ്ദേഹം ചോദിക്കും. എൻ്റെ പിതാവ് എനിക്ക് പിതാവിനെ പോലെയാണ്, ഇത്രയും ഗൗരവമായി കാരോത്തുകൂടി കിടക്കുമ്പോൾ ഞാൻ അടുത്ത് വന്നിട്ട് പോയി കണ്ടത് ഹെലികോപ്റ്റർ വന്നു എന്നതിൻ്റെ പേരിൽ പോയി കാണാവുന്നത് അനൗചിത്യമാണോ, അതുകൊണ്ട് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് അടുത്ത കാറെടുത്ത് വരണമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുമായിരിക്കും. ഇവിടെ നമ്മൾ മാധ്യമങ്ങളാണ് ഈ കാര്യം എന്താണ് ആവശ്യമെന്ന് പുറത്തു കൊണ്ടുപോകുന്നത്. പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞിരുന്നു, എത്ര മോശമായിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി ഗവൺമെന്റ് അധിക്ഷേപിക്കാൻ സ്വീകരിച്ചത്. ഇത്തരം കാര്യങ്ങൾ ഗൗരവമായി കാണുന്നവർ ഓരോ സ്റ്റേറ്റിലും എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ വിമർശനം തെറ്റായിപ്പോയി, ഈ കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ച സമീപനം തെറ്റായിപ്പോയി. ഇപ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലായത് എന്ന് പറയാം. ഇപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ സ്പെയിൻ വളരെ നന്നായിട്ട് കളിക്കുകയാണല്ലോ, അതിമനോഹരമായി ഫൈനലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാലറിയിൽ ഇരുന്ന് നമുക്ക് തോന്നും ആ പന്ത് അങ്ങോട്ട് മാറ്റുന്ന അയാളോട് ഫ്രീ ആയിട്ട് നിൽക്കല്ലേ, ഒരു ഗോൾ ഇപ്പം അടിക്കാമായിരുന്നു എന്ന്. പക്ഷെ താഴെ ഗ്രൗണ്ടിലേക്ക് ഇറക്കി കഴിഞ്ഞ പന്ത് എങ്ങനെ നെഞ്ചുകൊണ്ടാണ് തലകൊണ്ടാണ് കാലുകൊണ്ടാണ് തടയേണ്ടതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരിക്കും ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ നിൽക്കുക. പക്ഷേ ഗ്യാലറിയിൽ നിന്നിട്ട് പറയാൻ എളുപ്പമാണ്, അവിടെ നിന്നെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതിലൂടെ ഒരു ക്രോസ് കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അവിടെ വയ്ക്കാമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഇത് അനുഭവം അറിയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളോട് അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു മര്യാദയെങ്കിലും വാക്കിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് എപ്പോഴും ഉരുവിടുന്ന ആളുകൾ സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും. എന്തായാലും ജനങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഈ ഘട്ടത്തിൽ അണിചേരേണ്ടതുണ്ട്. ഇത് വിവാദങ്ങളുടെ സന്ദർഭമായിട്ടല്ല ഞങ്ങൾ കണ്ടത്. പ്രതിപക്ഷ നേതാവും അതുപോലെ ഇടതുപക്ഷവും എല്ലാവരും ഒന്നിച്ച് രംഗത്തിറങ്ങാനാണ് കണ്ടിട്ടുള്ളത്. എല്ലായിടത്തും ഇടതുപക്ഷ പ്രവർത്തകർ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മുൻപന്തിയിലുണ്ട്. ഇപ്പോഴും ഇനിയിപ്പോൾ മഴ മാറി നിൽക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോൾ നേരത്തെ പറയില്ല ഇന്ന റൂം റിവർ എവിടെ പോയി എത്ര കാര്യം. ഇപ്പോഴത്തെ പ്രശ്നം എത്തുന്നെങ്കിൽ മേഘവിസ്ഫോടനങ്ങൾ വരുമ്പോൾ ഒരു ദിവസമോ ഒരു 2 ദിവസമോ ഒരാഴ്ചയോ പെയ്യേണ്ട മഴ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് പെയ്യുന്നത്. അങ്ങനെ പെയ്യുന്ന ഘട്ടത്തിൽ അടിയന്തരമായിട്ട് മുന്നറിയിപ്പ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം?
ഇപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മുന്നറിയിപ്പുകൾ കിട്ടും. മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു കേന്ദ്രത്തിന് കൃത്യസമയത്ത് കിട്ടിയില്ല. ഇവിടുന്ന് കിട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കുന്നുണ്ടോ? അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വീഴ്ച കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിർത്തി ഭരണ സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റും മുഖ്യമന്ത്രിയും തയ്യാറാകേണ്ടത്. അതാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാട് ആഗ്രഹിക്കുന്നത്. ഏതായാലും വലിയ വിവാദങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ദുരന്തത്തിന്റെ ആശങ്ക കൂടി നിൽക്കുന്ന സമയത്ത് വലിയ വിവാദങ്ങൾക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. പക്ഷേ കൃത്യമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കാത്തതിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം സ്വകാര്യ വിരുന്നുകളിൽ പങ്കെടുത്തതിലും അദ്ദേഹം ഒക്കെ വലിയ വിമർശനം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏകോപനമില്ലായ്മ കൃത്യമായി തന്നെ മുൻപിൽ ഉണ്ട് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്രയിലും അവർക്ക് വിമർശനം ഉണ്ട്. ഏതായാലും പക്ഷേ ഈ സാഹചര്യത്തിലും സംസ്ഥാനം ഒരുമിച്ച് നിന്ന് മുൻപോട്ട് പോകണം. അല്ലെങ്കിൽ വലിയ ദുരന്തം മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക മുന്നിലുള്ള സമയത്ത് കൃത്യമായി സംസ്ഥാനം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒരുമിച്ച് നിന്ന് മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് പി രാജീവ് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, റിപ്പോർട്ടർ, കൊച്ചി.